ഒരു സെക്കൻഡ് ഒരു ദിവസത്തിൻ്റെ എത്ര ഭാഗമാണ് എന്ന് കണ്ടുപിടിക്കാൻ ഏത് ബൈ ഏതിൻ്റെ ചെയ്താൽ മതി. ഇവിടെ ഏത് എന്നത് ഒരു സെക്കൻഡാണ്. ഒരു സെക്കൻഡ് ബൈ ഏതിൻ്റെ, ഒരു ദിവസത്തിൻ്റെ, ഒരു ദിവസം. അപ്പോൾ ഏത് ബൈ ഏതിൻ്റെ ഇത് ഹരിക്കുമ്പോൾ ഒരേ യൂണിറ്റ് ആവണം. ഇവിടെ സെക്കൻഡാണ്, ഇവിടെ ദിവസമാണ്. അപ്പോൾ ഇത് ഒരേ യൂണിറ്റ് ആക്കണം. ഈ ഒരു സെക്കൻഡ് അതുപോലെ ഇടുക. ഒരു സെക്കൻഡ് ബൈ ഒരു ദിവസം പറഞ്ഞാൽ 24 മണിക്കൂറാണ്. 24 മണിക്കൂർ. ഇപ്പോഴും യൂണിറ്റ് ഒരുപോലെ ആയിട്ടില്ല. വീണ്ടും ഒരു സെക്കൻഡ് അതുപോലെ എഴുതുക. ഒരു സെക്കൻഡ് ബൈ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ 24 മണിക്കൂർ എന്ന് പറയുന്നത് 24 × 60. ഇപ്പോൾ അത് മിനിറ്റായി മാറി. ഇപ്പോഴും ഒരു യൂണിറ്റ് അല്ല, ഇവിടെ സെക്കൻഡാണ്, ഇവിടെ മിനിറ്റാണ്. ഒരേ യൂണിറ്റ് ആക്കണം. ഈ ഒരു സെക്കൻഡ് അതുപോലെ ഇടുക. ഒരു സെക്കൻഡ് ബൈ 24 × 60 ഗുണിക്കുക. 6 4 24, 6 2 12, 2 14, 144, ഒരു 0, 1440 മിനിറ്റ്. ഇനി യൂണിറ്റ് ഒരുപോലെ ആക്കാൻ ഇവിടെ സെക്കൻഡ്, ഇവിടെ മിനിറ്റാണ്. ഈ മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ ഒരു മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 1440 മിനിറ്റ് എന്ന് പറയുന്നത് 1440നെ 60 കൊണ്ട് ഗുണിക്കുക. ഒരു സെക്കൻഡ് ബൈ 1440 × 60 സെക്കൻഡ്. നമുക്കിതിൽ സെക്കൻഡും വെട്ടിക്കളഞ്ഞ 1/144 × 6 ഗുണിച്ചാൽ 864 എന്ന് കിട്ടും. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. അതായത് 1/86,400. ഒരു സെക്കൻഡ് ഒരു ദിവസത്തിൻ്റെ 1/86,400 ഭാഗമാണ്.